guys, welcome back to my channel Shita Craft Ideas. Yes guys, ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു എക്സാം പ്രിപ്പറേഷൻ, അതായത് ലാസ്റ്റ് മിനിറ്റ് എക്സാം പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ശരിക്കും ലാസ്റ്റ് മിനിറ്റ് ആയെന്ന് എനിക്കറിയാം, പക്ഷേ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ബട്ട് നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സോ എന്തായാലും നോക്കാം. ദെൻ ഫസ്റ്റ് തിങ് ഈസ് ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. യാ ഗൈസ്, അതായത് ടീച്ചർ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ മെയിൻ ആയിട്ടുള്ള, അതായത് ഒരുപാട് തവണ റിപ്പീറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സും നിങ്ങൾ മെയിനായിട്ട് പഠിക്കുക. ലാസ്റ്റ് മിനിറ്റിൽ എല്ലാതും കൂടി നമ്മൾ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് നമ്മുടെ മെമ്മറിയിൽ നിൽക്കില്ല. സോ പഠിക്കുന്നത് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. സോ അതെങ്കിലും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ എല്ലാം കൂടി നമ്മൾ പഠിക്കാമെന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മെമ്മറിയിൽ നിൽക്കില്ല. സോ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുക. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ്സിൽ പഠിക്കുന്ന ടൈമിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദെൻ സെക്കൻഡ് വൺ ഈസ് റീകോളിംഗ്. റീകോളിംഗ് മീൻസ് നമ്മൾ വായിച്ചിട്ട്, അതായത് ഒരുപാട് തവണ ഒരു കാര്യം വായിക്കുന്നതിന് പകരം ഒരു സാധനം വായിച്ചതിന് ശേഷം, അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡെഫിനിഷൻ വായിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ബുക്ക് അടച്ച് വെച്ചിട്ട് നമ്മുടെ മെമ്മറിയിലുള്ളതിനെ പറഞ്ഞ് പഠിപ്പിക്കുക. സോ പറഞ്ഞ് കേൾപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ മെമ്മറിയിലുള്ള ഒരു ഡെഫിനിഷൻ പഠിക്കുന്നു, ആ ബുക്ക് അടച്ചു വെക്കുന്നു, നോക്കാതെ നമ്മൾ പറയുന്നു. നമ്മുടെ മെമ്മറിയിലുള്ള കാര്യം മാത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ മെമ്മറിയിൽ സ്റ്റെക്കാവും. സോ അത് പിന്നെ നമ്മൾ മറക്കത്തില്ല. അതാണ് ഈ വായിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഈ ഒരു റീകോളിംഗ് മെത്തേഡായിരിക്കും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. തേർഡ് വൺ ഈസ് ബൈ ഹാർട്ട്. യാ ഗൈസ്, ഡെഫിനിഷൻസ്, ഫോർമുലാസ്, ഡേറ്റ്സ്, കീവേഡ്സ് ഇതെല്ലാം ഒരു ചെറിയ ഷീറ്റ്സിൽ എഴുതി വെക്കുക മെയിൻലി. എന്നിട്ട് അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. അതായത് അത് മൊത്തം നമ്മൾ കാണാതെ പഠിക്കുക. പിന്നെ ഡെഫിനിഷൻസ് പഠിക്കുന്ന ടൈമിൽ മനസ്സിലാക്കി പഠിക്കണം. അത് ഡെഫിനിഷൻസ് ഒഴികെ ബാക്കി ഈ ഒരു 3 കാര്യങ്ങളും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. പക്ഷേ ഡെഫിനിഷൻസും ബൈ ഹാർട്ട് ചെയ്യണം, പക്ഷെ അതൊന്നും മനസ്സിലാക്കിയിട്ട് ബൈ ഹാർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് ഒരു പേപ്പറിൽ ഒരു A4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻസും മെയിൻ ആയിട്ടുള്ള ഫോർമുലാസും മെയിൻ ആയിട്ടുള്ള ഡേറ്റ്സ് ആൻഡ് കീവേഡ്സ് അതെല്ലാം അതിലെഴുതി വെക്കുക. അതിലെഴുതി വെക്കുന്ന ടൈമിൽ പിന്നെ നമ്മളൊരു ബുക്ക് എടുക്കുന്നു. ഓരോ ചാപ്റ്ററിലും നമ്മളിങ്ങനെ മറച്ച് നോക്കുന്ന ടൈം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ ഒരു പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. അതുപോലെ തന്നെ പഠിക്കുന്ന ടൈമിൽ കുറച്ചുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും കൂടി കൂടും. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്വിക്ക് റിവിഷൻ. യെസ് ഗൈസ്, നമ്മൾ പഠിച്ചതെല്ലാം അവസാന മണിക്കൂറിൽ ഒന്നും കൂടി നോക്കുക. അതായത് പുതിയ ടോപ്പിക്സ് തുടങ്ങരുത്. നമ്മൾ പഠിച്ചതൊന്ന് ലാസ്റ്റ് മിനിറ്റിൽ ഒന്നും കൂടി ഇങ്ങനെ റീകോൾ ചെയ്ത് കൊടുക്കുക. റീകോളിംഗ് മീൻസ് നമ്മളൊന്നും കൂടി ക്വിക്ക് റിവിഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ ടോപ്പിക്സ് ഒരിക്കലും പഠിക്കരുത്. കാരണം നമ്മൾ പഠിച്ചതും കൂടി മറക്കുകയേ ചെയ്യുള്ളൂ. ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് ഈ പുതിയ ടോപ്പിക്സ് പഠിക്കുക എന്നുള്ളത്. സോ അത് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്യുക. അതായിരിക്കും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പരിപാടി. പിന്നെ ലാസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യരുത്. അതായത് നമ്മുടെ ഉറക്കം സാക്രിഫൈസ് ചെയ്യരുത്. കാരണം ഉറക്കം മെയിനാണ്. നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതുന്ന ടൈമിൽ ആ ഒരു എനർജിയോ അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷനോ ഒന്നും കിട്ടത്തില്ല. സോ അതാണ് നമ്മൾ 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു എമർജൻസി പ്ലാൻ ഉണ്ട്. ആ ഒരു എമർജൻസി ഒരു 1 hour എമർജൻസി പ്ലാനാണ്. ഞാനിത് ഇവിടെ കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ്, അതായത് ഒരു 1 hour എമർജൻസി പ്ലാനാണ്. സോ 25 minutes നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കുക. ദെൻ നെക്സ്റ്റ് 50 minutes ഒന്ന് റീകോൾ ചെയ്യുക. അതായത് ബുക്ക് അടച്ച് വെച്ചിട്ട് അതൊക്കെ ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക. ദെൻ തേർഡ് വൺ ഈസ് 10 minutes ഫോർമുലാസും കീവേഡ്സും ഡെഫിനിഷൻസും ഒക്കെ ഒന്ന് നമ്മൾ പഠിക്കുക. ഒന്ന് പഠിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ ലാസ്റ്റായിട്ട് ആ ഒരു 10 minutes എല്ലാതും ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ എന്തായാലും എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്. ദെൻ ബൈ.